ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു SBI ക്രെഡിറ്റ് കാർഡ് യൂസറാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് കാർഡ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ SBIയുടെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കാർഡ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ ഉടായ്പ ആൾക്കാരൊക്കെ വിളിച്ച് പറയാറുണ്ട്. നിങ്ങൾ അറിയാനായിരിക്കും CPP എന്ന് പറയുന്നത്, അതായത് കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ. SBI കാർഡ്സിൻ്റെ അവർ തന്നെ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. നോർമലി ഇപ്പോൾ ബജാജ് വിൻസർവൊക്കെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ചില ബാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ആക്സിസ് ബാങ്കാണ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഇൻഷുറൻസ് പരിപാടിയാണ്. ഇപ്പോൾ CPP പ്ലാൻ എടുക്കണം നല്ല കാർഡ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മളോട് ഇതുപോലെ കുറേയായിട്ട് എന്താ പറയുക കമൻറ്റൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻഷുറൻസ് എടുക്കണമെന്ന് നിർബന്ധമോ അങ്ങനെ ഒരു റൂളോ RBIയുടെ സൈഡിൽ നിന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് പറയാം, അല്ലെങ്കിൽ അവർ നല്ല കയ്യിൽ വെച്ചോളാൻ പറയാം. എന്ന് വെച്ചാൽ കുറേ അവരുടെ കാർഡ് സെൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഉടായ്പ ചെയ്യാറുണ്ട്. വെച്ചാൽ ഈ ഇൻഷുറൻസ് സെല് ചെയ്യുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് കമ്മീഷൻ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഏജന്റുമാർ പറയുന്നതാണ്. ഒന്നാമത് ഇത് ഡയറക്റ്റ് അവരുടെ ആൾക്കാരൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വല്ല ഏജൻസികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ പറയും CPP എടുത്താലേ കാർഡ് കിട്ടുള്ളൂ എന്നൊക്കെ പറയും. ഉടായ്പാണ്. ഒരു ആവശ്യമില്ല, എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ SBI കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന സാധനം ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരെ പ്ലാൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നിങ്ങൾക്ക് അറിയാം ആകെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കാർഡിൽ ഹൈ ലിമിറ്റൊക്കെ ഉള്ള ഒരു കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കണോ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറെങ്കിൽ പരിചയം, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടു വെക്കാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. SBIയുടെ കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന സാധനം ഒരു പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ആണ് സംഭവം. നിങ്ങൾ ചില സമയത്ത് ഫോൺ എടുക്കുമ്പോൾ ഒക്കെ ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ പറയാറില്ലേ? ചിലപ്പോൾ നിങ്ങൾ MyG പോയി എടുക്കാൻ അവർ പറയും ഇൻഷുറൻസ് ഉണ്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടായിരിക്കും. നോർമൽ ഒരു കൂതറ ഇൻഷുറൻസ് പരിപാടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും ഇൻഷുറൻസ് പിടിപ്പിക്കുക. ഒരു കാര്യമില്ല, ചിലപ്പോൾ ഒരു 10 വയസ്സ് ചിലപ്പോൾ ഒരു ഗുണം കിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഈ CPP എന്ന് പറയുന്നതും. നമ്മുടെ SBI കാർഡ്സിൻ്റെ സൈഡിൽ നിന്ന് ഡയറക്റ്റ്ലി അവർ തന്നെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് SBI കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ. അതാണ് സംഭവം കേട്ടോ, അതാണ് CPP. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രൊട്ടക്ട് കാർഡ് ഹോൾഡേഴ്സ് അഗെയിൻസ്റ്റ് റിസ്ക് സച്ച് ആസ് കാർഡ് ലോസ്, അതായത് കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ, ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ, ഫിഷിംഗ് നടന്നു കഴിഞ്ഞാൽ, എമർജൻസി ട്രാവൽ ട്രബിൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ല ഇൻഷുറൻസ് തന്നെ. പക്ഷെ ഇത് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഈ കാർഡ് സാധനം നമ്മൾ CPP എടുത്തിട്ടുണ്ട്, നമ്മൾക്ക് ഫ്രോഡ് നടന്നു, നമുക്കൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി സക്സസ്ഫുൾ ഒന്നല്ല. നിങ്ങൾക്ക് അറിയാം ഇൻഷുറൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി വേറെ സെപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ റിജക്റ്റ് ഒക്കെ ചെയ്യും. നോർമൽ സാധാരണ ഇൻഷുറൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ പരിപാടി തന്നെയാണ് കേട്ടോ. അത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എവിടെ വേണമെങ്കിൽ കാർഡ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അത് വേറെ കാര്യം. പിന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് വൺ കാർഡ്, അതായത് ഒരു കോളിൽ തന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യാം. അത് നമുക്ക് കോളൊന്നും ചെയ്യേണ്ട, ആപ്പിൽ പോയി ചെയ്താൽ ബ്ലോക്ക് ചെയ്താൽ മതി. സിം ബ്ലോക്ക് ചെയ്യാൻ പറ്റും, മൊബൈൽ വാലറ്റ് പ്രൊട്ടക്ഷൻ, ഫ്രോഡ് കവറേജ്, അതൊക്കെ തനി നോർമൽ ഇൻഷുറൻസ് കിട്ടുക, വേറൊന്നുമല്ല സംഭവം. അപ്പോൾ ഇതിൻ്റെ പ്ലാൻസുകളും സംഭവങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേർക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയില്ല, ഇത് എടുത്താലേ കാർഡ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, jmg.banksupport.in. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സോ ബാങ്ക് ലോൺസോ ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കയറി അപ്ലൈ ചെയ്യാൻ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിരിക്കും. റെഫർ ലിങ്കുകളും കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പിൻ്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ SBI കാർഡ്സിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്, നമ്മുടെ സിമ്പിൾ ക്ലിക്ക് കാർഡ് അത്യാവശ്യം അപ്രൂവൽ ആവുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും SBI കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളിത് ഫോഴ്സിങ് കംപ്ലൈൻ്റ് അല്ല, പ്രൊമോഷനോ സംഭവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി പുതിയ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2-3 പ്ലാൻ വന്നിട്ടുണ്ട്. അതായത് ക്ലാസിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട്, പ്രീമിയം പ്ലാന്, പ്ലാറ്റിനം പ്ലാന്. അതാണ് 3 പ്ലാനുകൾ വന്നിരിക്കുന്നത്. കോസ്റ്റ് കുറച്ചിട്ടുണ്ട്. മുമ്പ് ക്ലാസിക് ലൈറ്റ്, ക്ലാസിക് പ്ലസ്, പ്രീമിയം പ്ലസ്, പ്ലാറ്റിനം പ്ലസ് എന്നൊക്കെ ആയിരുന്നു. 4 പ്ലാൻ ഉണ്ടായിരുന്നു, അത് 3 വെട്ടി കുറച്ചു. സ്റ്റാർട്ടിങ് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 1200 ആയിരുന്നു ആദ്യം, ഇപ്പോൾ അത് കുറച്ചിട്ട് 999 ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് സംഭവം. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പോകുന്നില്ല. ഞാൻ എന്താ വെച്ചാൽ അത് ഹൈലി തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു പരിപാടിയാണ് CPP. ഇതിൻ്റെ എന്തായാലും ഞാൻ ഇതിൻ്റെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാൻ പറഞ്ഞുതരാം. കാർഡ് ബ്ലോക്കിങ്ങും സിം ബ്ലോക്കിങ്ങും വരുന്നുണ്ട്, എമർജൻസി ട്രാവൽ അസിസ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ ഫ്രോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് up to 1 lakh, മൊബൈൽ വാലറ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, കവറേജ് up to 50,000, കവറേജ് മെമ്പേഴ്സ് ക്ലാസിക്കിനാണെങ്കിൽ നമുക്ക് 1 മെമ്പർ, പ്രീമിയം ആണെങ്കിൽ 2 മെമ്പർ, പ്ലാറ്റിനം ആണെങ്കിൽ 4 മെമ്പർ. ഇതാണ് നമ്മുടെ SBIയുടെ കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ കേട്ടോ. ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എടുക്കാം, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് എടുക്കണ്ട. ഇതെന്താ സംഭവം എന്നാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത് കാണാം.